ആകിലെ ഗുരുവിനെ കണ്ടുമുട്ടുന്നു. ഈശോ തനിയെ തീക്ഷ്ണനായ സൈമണിന്റെ വീട്ടിലേക്ക് പോകുന്നു. സന്ധ്യാസമയമാണ്. പകലിന്റെ വലിയ പ്രകാശം കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങുമ്പോൾ എല്ലാം പ്രശാന്തവും സമാധാനപൂർണവും ആയിരിക്കുന്നു. അടുക്കളവാതിലേക്ക് നോക്കി ഒരു വാക്ക് അഭിവാദ്യമായി പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുകയാണ്. മുകളിലത്തെ മുറി അത്താഴത്തിനായി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ധ്യാനിക്കാനാണ് ഈശോ പോകുന്നത്. ഈശോ ദുഃഖിതനായി കാണപ്പെടുന്നു. ആ വലിയ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്താമഗ്നനായി നടക്കുകയും ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം ഉതിർക്കുകയും ചെയ്യുന്നുണ്ട്. മുറിയുടെ വാതിലുകളിലൂടെ പുറത്തു ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും നോക്കുന്നു. പുറത്തിറങ്ങി മട്ടുപ്പാവിലൂടെ ചുറ്റും നടക്കുകയും വീടിന്റെ പിൻഭാഗത്ത് ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി സലോമിക്ക് കൊടുത്ത് സഹായിക്കുന്ന എൻഡോറിലെ ജോണിനെ നോക്കുകയും ചെയ്യുന്നു. ഈശോ തലകുലുക്കുകയും നെടുനിശ്വാസം ഉതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈശോ നോക്കുന്നെന്ന് മനസ്സിലാക്കിയ ജോൺ മുകളിലോട്ട് നോക്കി ചോദിക്കുന്നു, ഗുരുവേ, എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ നിന്നെ നോക്കിയെന്ന് മാത്രമേയുള്ളൂ. ജോൺ നല്ലവനാണ്, അവൻ എന്നെ സഹായിക്കുന്നുണ്ട്, സലോമി പറയുന്നു. ആ സഹായത്തിനു ദൈവം അവന് പ്രതിഫലം നൽകും. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം ഈശോ മുറിയിലേക്ക് പോയി ഇരിക്കുന്നു. അവിടെ ചിന്തയിൽ ആഴ്ന്നിരിക്കുന്നതിനാൽ താഴത്തെ മുറിയിലെ വലിയ സംസാരവും തിരക്കും പടിക്കൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ കാൽപ്പെരുമാറ്റവും മുകളിലേക്ക് കയറി വരുന്ന ഒരാളുടെ നേരിയ കാൽപ്പെരുമാറ്റവും ഒന്നും അറിയുന്നില്ല. മേരി വിളിച്ചപ്പോൾ മാത്രമാണ് ഈശോ തലയുയർത്തി നോക്കുന്നത്. മകനെ, സൂസന്നയും കുടുംബവും ജെറുസലേമിലേക്ക് വന്നിരിക്കുന്നു. ഉടനെ തന്നെ ആഗ്ലയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ മാത്രമായിരിക്കുമ്പോൾ അവളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നോ? ഉവ്വമ്മേ, ഇപ്പോൾ തന്നെ സംസാരിക്കാം. എല്ലാം കഴിയുന്നതുവരെ ആരും മുകളിലേക്ക് വരാൻ അനുവദിക്കരുത്. മറ്റുള്ളവർ തിരിച്ചു വരുന്നതിന് മുൻപ് അവളോട് സംസാരിച്ച് തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുത്തരും ജിജ്ഞാസയോടെ അവളോട് സംസാരിക്കാൻ ഇടയാകരുത്. പ്രത്യേകിച്ച് സൈമന്റെ മകൻ യൂദാസ്. ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചു കൊള്ളാം. മേരി പുറത്തേക്ക് പോയി. അധികം താമസിയാതെ ആഗിലയുടെ കൈക്ക് പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആഗിലെ മൂടുപടമെല്ലാം മാറ്റി. മുമ്പ് ധരിച്ചിരുന്ന പരിഷ്കാര ചെരുപ്പും മാറ്റി. ഇപ്പോൾ സാധാരണക്കാരിയായ ഒരു യഹൂദ സ്ത്രീയെ പോലെയാണ് അവൾ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത്. മേരിയുടെ ചെരുപ്പ് പോലെ അടിപരന്ന ചെരുപ്പ്, കടും നീല നിറമുള്ള ഉടുപ്പ്, പുറം കുപ്പായം, വെളുത്ത ഒരു ശിരോവസ്ത്രം യഹൂദ സ്ത്രീകൾ ധരിക്കുന്ന രീതിയിൽ ധരിച്ചിരിക്കുന്നു. അവളുടെ മുഖം ഇപ്പോൾ ഭാഗികമായി മറഞ്ഞിട്ടേയുള്ളൂ. ഇതുപോലെ വസ്ത്രധാരണം ചെയ്തിരിക്കുന്നതിനാൽ ഒരുത്തരും അവളെ മനസ്സിലാക്കുന്നില്ല. അവൾ തലയും താഴ്ത്തിയാണ് വരുന്നത്. ഓരോ ചുവടും വയ്ക്കുമ്പോൾ വിവരണയാകുന്നുണ്ട്. വാതിൽക്കൽ അവൾ മുട്ടുകുത്താൻ തുടങ്ങുകയാണ്. എന്നാൽ മേരി അത് സമ്മതിക്കാതെ അവളെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുന്നു. ഇതാ മകനെ, ദീർഘകാലമായി നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ, അവളെ ശ്രവിക്കുക. ഈശോയുടെ അടുത്ത് വന്നപ്പോൾ മേരി പറയുന്നു. പിന്നീട് വാതിൽ വിരികളെല്ലാം ശരിക്കും വലിച്ചിട്ട് വിസ്തൃതമായ ആ വാതിലുകൾ മറച്ചു. കോവണിപ്പടിയുടെ ഭാഗത്തുള്ള വാതിൽ അടച്ച ശേഷം മേരി പിൻവാങ്ങുന്നു. ആഗിലെ തോളിൽ വഹിച്ചിരുന്ന ചെറിയ സഞ്ചി നിലത്തു വെച്ച ശേഷം ഈശോയുടെ പാദത്തിങ്കൽ മുട്ടുകുത്തി പൊട്ടിക്കരയുന്നു. സാഷ്ടാംഗം വീണു കിടക്കുന്നു. ഇങ്ങനെ കരയാതിരിക്കൂ. ഇത് കണ്ണീരിനുള്ള സമയമല്ല. ദൈവത്തിന് നിന്നോട് വെറുപ്പുണ്ടായിരുന്ന സമയത്തായിരുന്നു കരയേണ്ടത്. എന്നാൽ ഇപ്പോൾ നീ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. എങ്കിലും ആഗിലെ കരച്ചിൽ തുടരുകയാണ്. ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്കുന്നില്ലേ? കരച്ചിലിനിടക്ക് സംസാരിക്കാൻ അവൾ ശ്രമിക്കുന്നു. എനിക്കുള്ള കഴിവനുസരിച്ച് ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നത് ശരിയാണ്. ദൈവം വളരെ ഔദാര്യമുള്ളവനാണെന്ന് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാൻ ഒട്ടും പറ്റുന്നില്ല. അത്രയധികം പാപം ചെയ്തു. ഒരുപക്ഷെ ഒരു കാലത്ത് എന്നെ സ്നേഹിക്കുമായിരിക്കും. ഞാൻ കരഞ്ഞതുപോലെ ഇനിയും ഞാൻ ധാരാളമായി കരയേണ്ടതുണ്ട്. ഇപ്പോൾ സ്നേഹത്തിൽ ഞാൻ ഏകയാണ്, ഞാൻ മാത്രം. കഴിഞ്ഞ ജീവിതത്തിലെ നിർഭാഗ്യകരമായ ഏകത്വമല്ല, ദൈവത്തിനായി ആഗ്രഹിച്ച് ആ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഏകാന്തതയാണ്. നിരാശ ഇപ്പോഴില്ല, എന്നാൽ എൻ്റെ ഏകാന്തത ദുഃഖപൂർണമാണ്. ആകിലെ, കർത്താവായ ദൈവത്തെക്കുറിച്ച് നിനക്കുള്ള അറിവ് എത്ര അല്പമാണ്.
അവനു വേണ്ടിയുള്ള നിന്റെ ആഗ്രഹം തന്നെ നിന്റെ സ്നേഹത്തിന് അവൻ നൽകുന്ന പ്രത്യുത്തരമാണ്. അവൾ നിന്റെ സ്നേഹത്തിനാണ് നിന്നെ വിളിക്കുകയും ക്ഷണിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്നതിന് തെളിവാണ്. ഒരു സൃഷ്ടിയുടെ ആഗ്രഹത്തിന് പ്രതികരിക്കാതിരിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. കാരണം എല്ലാത്തിൻ്റെയും കർത്താവും സൃഷ്ടാവുമായ അവിടുന്നാണ് ഈ ആഗ്രഹം ഹൃദയത്തിൽ അങ്കുരിപ്പിക്കുന്നത്. അവനത് അങ്കുരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ആത്മാവിനെ ഒരു പ്രത്യേക സ്നേഹത്താൽ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ. സൃഷ്ടിയുടെ ആഗ്രഹത്തിന് മുമ്പുള്ള ദൈവവുമായുള്ള ബന്ധത്തെയും വേദനയുടെ സ്നേഹം പരിപൂർണനാണ് എല്ലാ കാര്യങ്ങളിലും. അതിനാൽ സൃഷ്ടിയുടെ സ്നേഹത്തെക്കാൾ തീക്ഷ്ണതയും താല്പര്യവും വളരെയേറെയുള്ളത് ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ്. അവൻ ആദ്യം നമ്മെ സ്നേഹിക്കുന്നു. എന്നാൽ എന്നിലെ അഴുക്കിനെ ദൈവത്തിന് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? നിന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കൂ. അവൻ കാരുണ്യത്തിൻ്റെ അഗാധതയാണ്. ഇത് മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിവില്ല. സ്നേഹമാകുന്ന ബുദ്ധിക്ക് ചേതനയുടെ സ്നേഹത്തിന് ഇത് ഗ്രഹിക്കാൻ കഴിയും. ദൈവം ഒരു രഹസ്യമാണ്. ആ രഹസ്യത്തെയും ആത്മാവും ദൈവവുമായുള്ള ബന്ധത്തെയും ചേതനയുടെ സ്നേഹം മനസ്സിലാക്കുന്നു. പ്രവേശിക്കൂ, ഞാൻ പറയുന്നു, പ്രവേശിക്കൂ. ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കൂ. കാരണം ദൈവം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഓ എൻ്റെ രക്ഷക, അപ്പോൾ എന്നോട് ശരിക്കുമെല്ലാം പൊറത്തു കഴിഞ്ഞോ? എന്നെ സത്യമായും സ്നേഹിക്കുന്നുണ്ടോ? ഞാനിത് വിശ്വസിക്കണമോ? നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഓ, ഒരിക്കലുമില്ല കർത്താവേ. ഹെബ്രോണിൽ വെച്ച് നീ എന്നോട് പറഞ്ഞതെല്ലാം അപ്രകാരം സംഭവിച്ചു. നീ എന്നെ രക്ഷിച്ചു. കാരണം നിന്റെ പേര് രക്ഷ എന്നാണ്. നശിച്ചുപോയൊരു പാവപ്പെട്ട ആത്മാവിനെ നീ തേടി വന്നു. എൻ്റെ ഉള്ളിൽ ഞാൻ വഹിച്ചു നടന്നിരുന്ന മരിച്ച ആത്മാവിൻ്റെ ജീവൻ നീ എനിക്ക് തിരിച്ചു തന്നു. നിന്നെ തേടുകയാണെങ്കിൽ ഞാൻ നിന്നെ കണ്ടെത്തുമെന്ന് നീ എന്നോട് പറഞ്ഞു. അത് സത്യമായിരുന്നു. എവിടെയെല്ലാം വൈദ്യനെയും മരുന്നും ആവശ്യമുണ്ടോ അവിടെയെല്ലാം നീ ഉണ്ടെന്ന് നീ പറഞ്ഞു. അത് സത്യമാണ്. സാധു ആഗ്ലയോട് നീ പറഞ്ഞതെല്ലാം എല്ലാം അന്നൊരു ജൂൺ മാസ ദിവസം രാവിലെ പറഞ്ഞതു മുതൽ തെളിവെള്ളം എന്ന സ്ഥലത്ത് വെച്ച് നീ പറഞ്ഞ വാക്കുകൾ വരെ എല്ലാം എത്ര സത്യം! അതുകൊണ്ട് അതെല്ലാം നീ വിശ്വസിക്കണമല്ലോ. ഉവ്വ്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. എന്നാൽ നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് എന്നോട് പറയണമേ. ദൈവത്തിൻ്റെ നാമത്തിലും ഈശോയുടെ നാമത്തിലും നിന്നോട് ഞാൻ ക്ഷമിക്കുന്നു. നിനക്ക് നന്ദി. എന്നാൽ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ രക്ഷകനെ, നിത്യജീവൻ നേടുന്നതിന് ഞാൻ എന്തു ചെയ്യണം? എന്നെ നോക്കുന്നതിൽ നിന്നു തന്നെ പുരുഷന്മാർ വഷളായിത്തീരുന്നു. ഞാൻ കണ്ടുപിടിക്കപ്പെടുമോ, വീണ്ടും കെണിയിൽ വീഴ്ത്തപ്പെടുമോ എന്നുള്ള നിരന്തര ഭയത്താൽ എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയും? ഈ യാത്രയിൽ തന്നെ ഏതെങ്കിലും പുരുഷൻ എന്നെ നോക്കുമ്പോൾ ഞാൻ വെറുക്കുകയായിരുന്നു. ഇനി പാപം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർക്ക് പാപകാരണമാകാനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകേണ്ട വഴി ഏതെന്ന് എന്നോട് പറയണമേ. ആ വഴി എങ്ങനെയുള്ളതായിരുന്നാലും അതിലൂടെ ഞാൻ നടന്നുകൊള്ളാം. ഒന്നുമില്ലാത്ത അവസ്ഥയിലും എനിക്ക് വിഷമമില്ല. ഇല്ലായ്മ നിമിത്തം ഞാൻ മരിച്ചാലും എനിക്കതേക്കുറിച്ച് ഭയമില്ല. മരണത്തെ എൻ്റെ സഖി എന്ന് ഞാൻ വിളിക്കും. കാരണം മരണം ഈ ഭൂമിയിലെ അപകടങ്ങളിൽ നിന്നെന്നെ രക്ഷിച്ച സ്വതന്ത്രയാക്കും. നിത്യമായി എൻ്റെ രക്ഷക എന്നോട് പറയൂ. ഒരു വിജന പ്രദേശത്തേക്ക്, മരുഭൂമിയിലേക്ക് നീ പോകുക. ഏത് സ്ഥലത്തേക്കാണ് എൻ്റെ കർത്താവേ? നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക്. നിന്റെ അരൂപി നിന്നെ നയിക്കുന്ന സ്ഥലത്തേക്ക്. കഷ്ടിച്ചു രൂപപ്പെട്ടു വരുന്ന എൻ്റെ അരൂപിക്ക് അതിനുള്ള കഴിവുണ്ടാകുമോ? ഈ ഭൂമിയിൽ വെച്ച് ഇനി ഒരിക്കലും കാണുകയില്ല. എന്നാൽ അധിക നാൾ കഴിയുന്നതിന് മുമ്പ് നിന്നെ ഞാൻ പരിപൂർണമായി വീണ്ടെടുത്ത് കഴിയും. അന്ന് നിന്റെ അരൂപിയിലേക്ക് ഞാൻ കടന്നു വരും. ദൈവത്തിലേക്ക് ഉയരാൻ നിന്നെ ഒരുക്കുന്നതിനായിരിക്കും അത്. നിന്നെ ഞാൻ വീണ്ടും കാണുകയില്ലെങ്കിൽ എൻ്റെ പരിപൂർണ രക്ഷ എങ്ങനെ നടക്കും? നീ അത് എങ്ങനെയാണ് എനിക്ക് തരിക? പാപികൾക്കു വേണ്ടി മരിച്ചുകൊണ്ടായിരിക്കും അത് സാധിക്കുക. ഓ വേണ്ട, നീ മരിക്കേണ്ട. മനുഷ്യർക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ ഞാൻ മരണത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കണം. അതിനാണ് ഞാനൊരു മനുഷ്യനായി വന്നത് തന്നെ. നീ കരയാതെ. എൻ്റെ ബലിയും നിൻ്റേതും കഴിയുമ്പോൾ നീ എൻ്റെ അടുത്തുണ്ടായിരിക്കും. എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കുമോ? മരിക്കും. എന്നാൽ വേറൊരു വിധത്തിലായിരിക്കും. നിന്റെ ജഡം അല്പാൽപമായി മരിച്ചുകൊണ്ടിരിക്കും. നീ അത് ആഗ്രഹിച്ചു തിരഞ്ഞെടുത്തതിനാൽ ഒരു വർഷത്തോളമായി അത് മരിച്ചുകൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായി മരിച്ചു കഴിയുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചുകൊള്ളാം.
പാപം ചെയ്ത എൻ്റെ ജഡം നശിപ്പിക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാകുമോ? നിന്റെ ഏകാന്തതയിൽ നീ സ്വർഗത്തിന് കൂടുതൽ അർഹതയുള്ളവളായി തീരുന്ന സമയത്ത് സാത്താൻ നിന്നെ കഠിനമായി ആക്രമിക്കും. അപ്പോൾ എൻ്റെ ഒരു അപ്പസ്തോലനെ നീ കാണാനിടയാകും. ഒരിക്കൽ പാപിയായിരുന്നെങ്കിലും പിന്നീട് വീണ്ടെടുക്കപ്പെട്ടയാൾ. എന്നോട് നിന്നെക്കുറിച്ച് സംസാരിച്ച അനുഗ്രഹീത അപ്പസ്തോലനായിരിക്കുകയില്ല. അയാൾ ഒരു പാപിയായിരുന്നിട്ടുണ്ടാവുകയില്ല. കാരണം അയാൾ പരമാർത്ഥിയാണ്. അയാളല്ല വേറൊരാൾ. തക്ക സമയത്ത് അയാൾ നിന്റെ പക്കലെത്തും. ഇപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കാര്യങ്ങൾ അയാൾ നിന്നോട് അന്ന് പറയും. നീ സമാധാനത്തിൽ പോകുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത്രയും സമയം മുട്ടിന്മേൽ നിന്നിരുന്ന ആഗിലെ കുനിഞ്ഞ് ഈശോയുടെ പാദങ്ങൾ ചുംബിക്കുന്നു. വേറൊന്നും ചെയ്യുന്നില്ല. പിന്നീട് അവളുടെ സഞ്ചിയെടുത്ത് അകത്തുള്ള സാധനങ്ങൾ കുടഞ്ഞിടുന്നു. ഏതാനും വസ്ത്രങ്ങൾ കിലുങ്ങുന്ന ഒരു പണസഞ്ചി, റോസ് നിറമുള്ള മാർബിൾ കൊണ്ടുള്ള ഒരു കുപ്പി ഇവയാണുണ്ടായിരുന്നത്. ആഗിലെ വസ്ത്രങ്ങൾ തിരികെ ഇടുന്നു. പണസഞ്ചിയെടുത്ത്, ഇത് ദരിദ്രർക്കുള്ളതാണ്. എൻ്റെ ആഭരണങ്ങളിൽ അവശേഷിച്ചിട്ടുള്ളവ. എൻ്റെ യാത്രക്ക് ഏതാനും നാണയങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നീ എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ തന്നെയും ഒരു വിദൂരമായ ഏകാന്ത സ്ഥലത്തേക്ക് പോകാൻ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് നിനക്ക് വേണ്ടിയും നിന്റെ പരിശുദ്ധിയുടെ പരിമളം പോലെ അത്രയും സൗരഭ്യം ഇതിനില്ല. എന്നാൽ ഭൂമിയിലുള്ളതിൽ ഏറ്റവും മികച്ച സുഗന്ധ തൈലമാണിത്. ഞാൻ അത് ഏറ്റവും നികൃഷ്ടമായി ഉപയോഗിച്ചു. ഇതാ ഇവിടെ സ്വർഗത്തിൽ നിന്റെ സമീപേ ഇതുപോലെയെങ്കിലും സൗരഭ്യം പരത്താൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ആ കുപ്പിയുടെ അടപ്പ് മാറ്റി അതിലുള്ള തൈലം തറയിലേക്ക് ഒഴിക്കുന്നു. റോസാപ്പൂവിൻ്റെ ശക്തിയായ പരിമളം ആ സ്ഥലത്തെല്ലാം അലതല്ലുന്നു. തറയിലെ ഇഷ്ടികയിൽ അത് പിടിച്ചു. ഈ നാഴികയുടെ ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് കാലിയായ കുപ്പി അവൾ തിരിച്ചിടുന്നു. വീണ്ടും ഈശോയുടെ പാദങ്ങൾ ചുംബിക്കാൻ കുനിയുന്നു. പിന്നീട് എഴുന്നേറ്റ് പിറകോട്ട് നടന്ന് പുറത്തിറങ്ങി വാതിലടയ്ക്കുന്നു. അവൾ നടന്നു നീങ്ങുന്ന ശബ്ദം കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. ഇടുക്കം ഏരിയോട്ട് ഏതാനും വാക്കുകൾ പറയുന്നുണ്ട്. വീണ്ടും നടന്ന് കോണിപ്പടികളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. കാൽപെരുമാറ്റം കേൾക്കാതെയായി. ആഗിലയുടെ പണസഞ്ചി ഈശോയുടെ പാദത്തിനരികിൽ കിടക്കുന്നു. മുറി മുഴുവൻ സൗരഭ്യവും. ഇതുമാത്രമാണ് ആഗിലയുടേതായി അവിടെ അവശേഷിച്ചിട്ടുള്ളത്. ഈശോ എഴുന്നേൽക്കുന്നു. പണസഞ്ചി എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഒരു വാതയാനത്തിൽ കൂടെ പുറത്തു വഴിയിലേക്ക് നോക്കി ദൂതസ്ത്രീകളുടെ രീതിയിൽ വസ്ത്രം ധരിച്ച് ഏകയായി ബെത്ലഹേമിലേക്കുള്ള അഖിലയുടെ പോക്ക് കണ്ട് പുഞ്ചിരി തൂകുന്നു. അവളെ അനുഗ്രഹിക്കുന്ന വിധത്തിൽ കൈകൾ ഉയർത്തിയ ശേഷം മട്ടുപ്പാവിലേക്ക് പോയി വിളിക്കുന്നു, അമ്മേ. മേരി വേഗത്തിൽ മുകളിലേക്ക് കയറി വന്നു. നീ അവളെ സന്തോഷവതിയാക്കി മകനെ. അവൾ സമാധാനവും ശക്തിയും പ്രാപിച്ചാണ് പോയത്. ശരിയാണമ്മേ. ആൻഡ്രു വന്നു കഴിയുമ്പോൾ അവനെ എൻ്റെ പക്കലേക്ക് പറഞ്ഞേക്കണം, വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ്. അല്പസമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന അപ്പസ്തോലന്മാരുടെ സ്വരം താഴെ കേൾക്കുന്നു. ആൻഡ്രു മുകളിലേക്ക് വന്ന് ചോദിക്കുന്നു, ഗുരുവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങ് വരൂ. ഒരുത്തരും അറിയില്ലാത്തൊരു കാര്യം നിന്നോട് പറയാൻ പോകുകയാണ്. ആൻഡ്രു, ദൈവത്തിൻ്റെ നാമത്തിലും ഒരാത്മാവിൻ്റെ നാമത്തിലും നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദിയോ? അതെന്തിനാണ്? ഈ സൗരഭ്യം നിനക്ക് മനസ്സിലാകുന്നില്ലേ? മൂടുപടം ധരിച്ചു നടന്നിരുന്ന ആ സ്ത്രീയുടെ ഓർമ്മയ്ക്കാണിത്. അവൾ വന്നിരുന്നു. അവൾ രക്ഷപ്പെട്ടു. ഒരു ചെറിയുടെ ചുവപ്പ് പോലെ ആൻഡ്രുവിൻ്റെ മുഖം ചുവന്നു. മുട്ടിന്മേൽ നിന്നിട്ട് വികാര ആധിക്യം കൊണ്ട് ശബ്ദിക്കാനാകുന്നില്ല. അവസാനം ഇത്രയും പറയുന്നു, എനിക്ക് സന്തോഷമായി. കർത്താവെ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ശരി, എഴുന്നേൽക്കൂ. അവൾ വന്നിരുന്നുവെന്ന് മറ്റുള്ളവരോട് പറയേണ്ട. ഞാൻ അറിഞ്ഞ ഭാവമേ കാണിക്കുകയില്ല ഗുരുവേ. നിനക്ക് പോകാം. നിൽക്കൂ. സൈമൻ്റെ മകൻ യൂദാസ് ഉണ്ട്. ഞങ്ങളുടെ കൂടെ വരാനിഷ്ടമായിരുന്നു. എത്ര നുണയാണ് പറയുന്നത്. കർത്താവെ, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ കള്ളം പറയുന്നത്? കാരണം അവൻ ചീത്തയാക്കപ്പെട്ട ഒരു കുട്ടിയാണ്. എന്നോട് നേര് പറയൂ, നിങ്ങൾ വഴക്കടിച്ചില്ലേ? ഇല്ല. എൻ്റെ ജ്യേഷ്ഠന് ആ കുട്ടിയെ കിട്ടിയതിനാൽ വലിയ സന്തോഷത്തിലാണ്. വഴക്കു പിടിക്കാനൊന്നും താല്പര്യമില്ല. മറ്റുള്ളവർ നിനക്കറിയാമല്ലോ, വളരെ വിവേകമുള്ളവരാണ്. ഞങ്ങൾക്കെല്ലാം മനസ്സിൽ അവനോട് അതൃപ്തിയാണുള്ളെന്നുള്ളത് ശരി. എന്നാൽ അത്താഴം കഴിഞ്ഞ് അവൻ വീണ്ടും പോകുകയാണ്. വേറെ സ്നേഹിതർ
എന്നവൻ പറയുന്നു. ഓ, എന്നിട്ട് വ്യഭിചാരിണികളെ അവൻ ഹീനരായി കരുതി നിന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ലവനായിരിക്കൂ ആൻഡ്രൂ. ഇന്ന് രാത്രി നിനക്കും സന്തോഷമായിരിക്കുമല്ലോ. അതേ ഗുരുവേ, എനിക്കും കാണാൻ കഴിയാത്തതെങ്കിലും മാധുര്യം നിറഞ്ഞൊരു പിതൃത്വമുണ്ട്. ഞാൻ എന്നാൽ പോകട്ടെ. സ്വല്പസമയം കഴിഞ്ഞ് അപ്പസ്തോലന്മാരെല്ലാവരും ബാലനും എൻ്റെ ഉള്ളിലെ ജോണും മുകളിലേക്ക് വരുന്നു. വിളക്കും പാത്രങ്ങളുമെല്ലാമായി സ്ത്രീകൾ അവരുടെ പിന്നാലെ. അവസാനം ലാസറസും സൈമണും വന്നു. മുറിയിൽ കയറിയ ഉടനെ എല്ലാവരും വിസ്മയത്തോടെ പറയുന്നു, ഹാ, അത് എവിടെ നിന്നാണ് വന്നത്? എല്ലാവരും റോസാപ്പൂവിൻ്റെ സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന ആ വായു ആസ്വദിക്കുകയാണ്. ആരാണ് സുഗന്ധതൈലം ഇവിടെ ഒഴിച്ചത്? മാർത്ത ആയിരിക്കും, പലരും അഭിപ്രായപ്പെടുന്നു. അത്താഴം കഴിഞ്ഞ് എൻ്റെ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ, ലാസറസ് പറയുന്നു. എന്നാൽ പിന്നെ ആര്? അസീറിയയിലെ ഗവർണർ വന്നായിരിക്കും, പത്രോസ് നേരം പോക്കായി പറയുന്നു. യാതൊരു ഉപകാരവുമില്ലാതെ ഇങ്ങനെ രക്ഷ പ്രദർശിപ്പിക്കുന്നതിന് പകരം ഇതിന് ചെലവാക്കിയ പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. എത്രയധികം ദരിദ്രരാണുള്ളത്. നമ്മൾ കൊടുക്കുന്നവരാണെന്നും അവർക്കറിയാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ തുട്ടുപോലും ബാക്കിയില്ല, കറിയോത്തുകാരൻ ദേഷ്യത്തോടെ പറയുന്നു. പിന്നെ നമുക്കാണെങ്കിൽ ഒരാട്ടിൻകുട്ടിയെ വാങ്ങണം, അത്താഴത്തിന് മുറി വാടകയ്ക്കെടുക്കണം. എന്നാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ തന്നല്ലോ, ലാസറസ് പറയുന്നു. അത് ശരിയല്ല, കർമ്മത്തിൻ്റെ ഭംഗി അത് കളയുന്നു. നിയമം ഇങ്ങനെയാണ് പറയുന്നത്, നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി നീ ഒരാട്ടിൻകുട്ടിയെ എടുക്കണം, അല്ലാതെ നീ ഒരാട്ടിൻകുട്ടിയെ സ്വീകരിക്കണമെന്നല്ല പറയുന്നത്. ബെർത്തലോമിയ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്തോ പറയാൻ വാവിളിച്ചു, എന്നാൽ ഉടനെ അടച്ചു കളഞ്ഞു. സ്വയം നിയന്ത്രിക്കാനുള്ള പരിശ്രമത്തിൽ പത്രോസ് ആകെ ചുവന്നു. എന്നാൽ വീട്ടുടമയായ തീഷ്ണനായ സൈമൺ സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ടതിനാൽ പറയുന്നു, അതെല്ലാം മറന്ന് എൻ്റെ സ്നേഹിതനായ ലാസറസിനോട് എല്ലാവരും ബഹുമാനത്തോടെ വർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്നായി സൈമൺ. മൗനമായിരുന്നാൽ പത്രോസ് പൊട്ടിത്തകരുമെന്ന് തോന്നുന്നു. വളരെ നന്നായി. പഠിപ്പിക്കാൻ അധികാരമുള്ളത് ഗുരുവിന് മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. യൂദാസ് മറക്കുന്നു എന്ന് പറയുന്നതിനു പകരം നമ്മൾ മറക്കുന്നു എന്ന് പറയാൻ പത്രോസിന് കഠിന അധ്വാനം വേണ്ടി വന്നു. അത് സത്യമാണ്. എന്നാൽ എനിക്കാകെ ഒരു പ്രയാസമാണ് ഗുരുവേ. ഞാനതിൽ ഖേദിക്കുന്നു. ശരി, ഞാനും നിനക്ക് മറുപടി തരുന്നു. നന്ദി എന്നുള്ളത് ഒരു വലിയ സുഹൃതമാണ്. ലാസറസിനോട് എനിക്ക് നന്ദിയുണ്ട്. രക്ഷിക്കപ്പെട്ട ആ സ്ത്രീ എന്നോട് നന്ദി കാണിച്ചതുപോലെ എൻ്റെ അനുഗ്രഹമാവുന്ന പരിമള തൈലം ലാസറസിൻ്റെ മേൽ ഞാൻ ഒഴിക്കുന്നു. ഇത് എല്ലാവരുടെയും പേർക്കാണ്. നിങ്ങളുടെ ശിരസായ ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ അപ്പസ്തോലന്മാരുടെ ഇടയിൽ ഇത് ചെയ്യാൻ കഴിയാത്തവർക്കും വേണ്ടിയാണ്. രക്ഷിക്കപ്പെട്ടതിൻ്റെ സന്തോഷം ആ സ്ത്രീ പരിമള തൈലമായി എൻ്റെ പാദത്തിങ്കൽ ഒഴിച്ചു. അവൾ രാജാവിനെ അംഗീകരിച്ചു. അവൾ രാജാവിൻ്റെ പക്കലേക്ക് വന്നു. അവൾക്ക് കിട്ടിയതിനേക്കാൾ വളരെയധികം സ്നേഹം രാജാവ് നൽകിയിട്ടുള്ള അനേകം ആളുകളെക്കാൾ മുൻപേ അവൾ രാജാവിൻ്റെ പക്കലേക്ക് വന്നു. അവളെ വിമർശിക്കേണ്ട. അവൾക്കിഷ്ടമുള്ളത് അവൾ ചെയ്തു കൊള്ളട്ടെ. എൻ്റെ മഹിമയിൽ അവൾ സന്നിഹിതയാകുകയില്ല. എൻ്റെ തൈലാഭിഷേകത്തിലും അവൾ പങ്കുചേരുകയില്ല. അവളുടെ കുരിശ് ഇപ്പോൾ തന്നെ അവളുടെ തോളിൽ വഹിച്ചു തുടങ്ങിയിരിക്കുന്നു. പത്രോസേ, നീ ചോദിച്ചല്ലോ, അസീറിയയിലെ ഗവർണർ ഇവിടെ വന്നോ എന്ന്. ഞാൻ ഗൗരവമായി പറയുന്നു, പൂജകരുടെ കുന്തിരിക്കം, വളരെ പരിശുദ്ധവും വിലയേറിയതുമായ കുന്തിരിക്കം പോലും ഇതിനോളം ഇമ്പമേറിയതോ വിലയേറിയതോ ആയിരുന്നില്ല. ഇതിൻ്റെ സത്തിനോട് കണ്ണീർ കലർത്തിയിരുന്നു. അതിലാണ് അത് ഇത്ര ശക്തമായത്. എളിമ സ്നേഹത്തെ താങ്ങുകയും പൂർണ്ണമാക്കുകയും ചെയ്യുന്നു. എന്നാൽ എൻ്റെ സ്നേഹിതരെ, നമുക്കിനി ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിന് മുമ്പുള്ള സമർപ്പണത്തോടു കൂടെ ദർശനം അവസാനിക്കുന്നു.